അർപ്പിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തിലേക്ക് കടക്കുകയാണ്. വികാരീച്ചൻ എല്ലാവരുടെയും പേര് പറഞ്ഞു. ഇതെല്ലാം കൂട്ടിയിണക്കി നമ്മുടെ ഇടവകയിൽ ഒരു വലിയ ഭക്തി തുടർന്ന് കുറിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെയാണെന്നുള്ളതിന് നമുക്ക് സംശയം വേണ്ട. നമ്മൾ സെപ്റ്റംബർ മാസത്തിലെ പെരുന്നാൾ, അതുപോലെ തന്നെ മാതാവിൻ്റെ വഴക്കമാസ തിരുനാളിലൊക്കെ നമ്മൾ കണ്ട വലിയ ഒരു അഭിഷേകം പ്രത്യേകമായിട്ട് അച്ഛന് ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നിന്ന് ഉടലെടുത്തതാണെന്നുള്ളതിന് നമുക്ക് സംശയമില്ലല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച അച്ഛനെ ഈ സമയം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ചിലവരെ നമ്മളെല്ലാവരും കയ്യിൽ പിടിച്ചുകൊണ്ട് വന്ന പല കുറി ഇവിടെ അച്ഛൻ ആവർത്തിച്ച ഒരു പദമുണ്ട്, അത് ആയുധം എന്നാണ്. ഈ ആയുധം എന്ന് ഈ ജപമാലയെ വിശേഷിപ്പിച്ചത് വിശുദ്ധ പാദ്രോപ്പിയോയാണ്. പാദ്രോപ്പിയ പറഞ്ഞ പ്രകാരമാണ് ഈ പറയുന്ന നരകത്തിന്റെ കവാടങ്ങൾക്കെതിരെയുള്ള ആയുധമായിട്ട് ഈ ജപമാലയെ വിശേഷിപ്പിച്ചത് ഈ വിശുദ്ധനാണ്. അവസാനമായിട്ട് നമ്മൾ ഈ പറയുന്ന ജപമാലയുടെ സമാപനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ കാലം ഇന്ന് കൂടുകയാണ്. ഈ ജപമാലയുടെ വലിയ ആ ഒരു സന്ദർഭം ഇവിടെ, ആ മാസത്തിന്റെ പുതുക്കൽ ഇവിടെ കഴിയുകയാണ്. എന്നാൽ ജപമാല ചൊല്ലുന്നത് നിർത്താനായിട്ട് നമുക്കാവില്ലല്ലോ. നമ്മളിന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഓർക്കുക, ഒക്ടോബർ മാസം ജപമാല മാസമായിട്ടൊരു കാരണമുണ്ട്. അതിങ്ങനെ പാരമ്പര്യമായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ആ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി കാത്തുവെച്ചപ്പോൾ ഓർക്കുക, ചരിത്രത്തിൽ ഇതൊരു സ്ഥാനമുണ്ട്. അതായത് തോറ്റ് ഒടുങ്ങുമെന്ന്, കടലിൽ താഴുമെന്ന് ഒരു ജനക്കൂട്ടം ഇങ്ങനെ വിശ്വസിച്ചു പോയപ്പോൾ മഹാവിശുദ്ധനായിട്ടുള്ള പയസ് അഞ്ചാമൻ മാർപ്പാപ്പ ഒക്ടോബർ മാസത്തിന്റെ 7-ാം തീയതി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. നിങ്ങൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് നന്നാവുമെന്ന് കരുതുകയാണ്. 1571 നടന്ന ലെപ്പാൻഡോ യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അയോണിയൻ കടലില് നമ്മുടെ സഹോദരങ്ങൾ തുർക്കി നാവികസേനയോട് തോറ്റുപോകുമെന്നുള്ള അവസരത്തില് ഈ മഹാനായ വിശുദ്ധനായ പയസ് അഞ്ചാമൻ മാർപ്പാപ്പ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ സൈന്യം ഈ പറയുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീന ശക്തിക്കെതിരെ പടപൊരുതി ജയിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പള്ളികളും നമ്മുടെ ആരാധനാലയങ്ങളും അവർ കൈയടക്കും, അവരോട് പ്രാർത്ഥിക്കും. അതിന്റെ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ഈ ജപമാല മാസത്തിലുണ്ട്. ഓർക്കുക, വലിയ തുർക്കി സൈന്യത്തോട് ഇന്ന് നമ്മളിന്ന് പത്രമാധ്യമങ്ങളൊക്കെ വായിച്ചു കേട്ടില്ലേ, ക്രിക്കറ്റ് താരമായിട്ടുള്ള ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന താരം ഇന്നലെ വളരെ മനോഹരമായിട്ട് കർത്താവിനെ പ്രഘോഷിച്ച ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടല്ലോ. അവൾ പറഞ്ഞൊരു വചനമുണ്ട്, പുറപ്പാട് പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം, നീ ശാന്തമായി നിൽക്കുക, കർത്താവ് നിനക്ക് വേണ്ടി പോരാടിക്കൊള്ളും. ആ വനത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ ഈ സഹോദരങ്ങള് അയോണിയൻ കടലിൽ ഇങ്ങനെ ശാന്തരായി യുദ്ധം ചെയ്തപ്പോൾ വലിയ നാവികസേന അവരുടെ മുമ്പിൽ കീഴടങ്ങുകയാണ്, നമുക്ക് വിജയം നൽകപ്പെടുകയാണ്. അതിന്റെ വലിയ ഓർമ്മയ്ക്കായിട്ട് പരിശുദ്ധ ജപമാല രാജ്ഞിയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചതെന്ന് കരുതിക്കൊണ്ട് മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാലയുടെ വലിയ വണക്കത്തിനായിട്ട് മാറ്റിവെക്കുകയും ഒക്ടോബർ മാസം 7-ാം തീയതി ഈ പറയുന്ന ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാളായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. അതാണ് നമ്മളിന്ന് ഈ കാലം കൂടുന്ന ഈ ഒക്ടോബർ മാസത്തിലെ ഈ ജപമാല മാസത്തിന്റെ പ്രത്യേകത. സ്നേഹമുള്ളവരെ, തോറ്റുപോകുന്നവന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഈ ജപമാല. വിജയത്തിന്റെ കയ്പ് നുകരുന്നവന്റെ ആനന്ദത്തിന്റെ മധുരം പകരുന്ന ആയുധമാണ് ഈ ജപമാല. നിങ്ങളുടെ ജീവിതങ്ങൾ ഇങ്ങനെ അകന്നു പോകുമ്പോൾ അത് കണ്ണിലായി കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഈ ജപമാലയിലൂടെയാണ്. ഇന്ന് ഈ ജപമാലയിൽ നമ്മൾ കാഴ്ചവെച്ചപ്പോൾ ഓർക്കുക, മറിയത്തിന്റെ 3 ഗുണങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയിട്ട് ഇവിടെ നിന്ന് പോവാം. ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ ഇരുന്ന പ്രാർത്ഥന എന്താണ്? കർത്താവ് പറഞ്ഞ വചനം മറിയം ഏറ്റുചൊല്ലുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൂതനിലൂടെ നൽകപ്പെട്ട ദേവപിതാവിന്റെ വചനം മറിയം ഏറ്റുചൊല്ലുകയാണ്. മറിയത്തിന്റെ ഈ വാക്കാണ് കാനായിലെ കല്യാണ വിരുന്നില് ആദ്യത്തെ അത്ഭുതത്തിന് കാരണമായതെങ്കിൽ ഓർക്കുക, നിന്റെ ജീവിതത്തില് അത്ഭുതങ്ങൾക്ക് ആരംഭം ഉണ്ടാകണമെങ്കിൽ മറിയം പറഞ്ഞ ഈ വാക്ക് നീ പലതവണ ഉരുവിടണം.
മറിയം പറഞ്ഞ ഈ വാക്കുകൾ പലതവണ ഉരുവിട്ടാൽ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും നിങ്ങൾ കരുതുന്ന നിമിഷം നിങ്ങൾ ജപമാല ചൊല്ലി ആദ്യത്തെ മണി ഉരുട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരും. പലവിചാരം നമ്മളെ അലട്ടുന്ന ജപമാല സമർപ്പണങ്ങൾ നമുക്കുണ്ട്. സ്പീഡ് ചൊല്ലി തീർക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിനെക്കാട്ടിലും സ്പീഡ് ചൊല്ലി തീർക്കുന്ന ജപമാല സമർപ്പണങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ മാറ്റിവെച്ച് ഈ പറയുന്ന ഈ ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ച് നീ വിശ്വാസത്തോടു കൂടി അത്ഭുതങ്ങൾക്ക് ആരംഭമായിട്ടുള്ള ഒരു വചനമില്ലേ, അവൻ പറയുന്നത് പോലെ ശ്രമിക്കുക എന്ന് പറഞ്ഞ ആ മറിയത്തിന്റെ വചനം നമ്മൾ ഉരുവിടുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആരംഭിക്കും. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിന്റെ അമ്മയല്ല. കാരണം കർത്താവിന്റെ മരണശേഷം നാനാപുറങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പോയ ജനത്തെ ഒരുമിച്ച് കൂട്ടിയ അമ്മയാണ് പരിശുദ്ധ അമ്മ. വിദ്വേഷമുള്ളവർക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാല അർപ്പിക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടല്ലേ വിശുദ്ധ ബർണാബാസ് നമ്മളെ ഓർമ്മിപ്പിക്കുക, വിദ്വേഷവും അശുദ്ധിയും ഉള്ളവർക്ക് പരിശുദ്ധ അമ്മയെ നോക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വിദ്വേഷമുണ്ടെങ്കിൽ ഈ പറയുന്ന അവിശുദ്ധിയുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാറ്റിവെക്കണമെന്ന് ഈ ജപമാല മാസം നമ്മളോട് പറയുകയാണ്. അവസാനമായിട്ട് ഈ പറയുന്ന പരിശുദ്ധ അമ്മ എലീശുവ പുണ്യവതിയെ കാണുവാനായിട്ട് അവിടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഈ ജപമാല മാസത്തിന്റെ അസൈൻമെന്റ് ഇതാണ്. നിങ്ങൾക്ക് വിദ്വേഷമുള്ള ഒരു ഭവനത്തിലേക്ക് നിങ്ങൾ പരിശുദ്ധ അമ്മയെ പോലെ ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, വർഷാവർഷങ്ങളായിട്ട് മാസാമാസങ്ങളായിട്ട് സഹോദരങ്ങളായിക്കോട്ടെ കൂട്ടുകാരായിക്കോട്ടെ നിങ്ങൾ വിദ്വേഷം കൊണ്ട് ഫോൺ ചെയ്യാത്ത ഒരു സഹോദരനെയോ സഹോദരിയോ ഇന്ന് വൈകുന്നേരം നീ ഫോൺ ചെയ്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഓർക്കുക, ഈ ജപമാല മാസത്തിന്റെ മൊത്തം അഭിഷേകവും നിനക്ക് നൽകപ്പെടും. അതുകൊണ്ട് വിദ്വേഷവും വെറുപ്പുമില്ലാതെ പരിശുദ്ധ അമ്മയെ പോലെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് നന്മയുള്ളതുമായി ഈ ജപമാലയാവുന്ന ആയുധവും പിടിച്ച് നമുക്ക് ഇറങ്ങിത്തിരിക്കാം. അമ്പത്രേസ്യ പറഞ്ഞ വചനം ഇപ്രകാരം ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്: ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് സന്ധ്യാ നമസ്കാരം ചെയ്യുകയും ചെയ്യുന്ന കുടുംബം ഒരുപോലെ നിലനിൽക്കും. സായം സന്ധ്യകളിൽ നമ്മുടെ അപ്പച്ചന്മാർ നാനാതുറകളിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന പക്ഷം, അമ്മച്ചിമാർ സീരിയലിലേക്ക് തിരിയുന്ന പക്ഷം, മക്കൾ ഫോണിലേക്ക് ഒതുങ്ങുന്ന പക്ഷം, ട്യൂഷനിലേക്ക് പോകുന്ന പക്ഷം, ഓർക്കുക, കുടുംബബന്ധങ്ങൾ തകരുന്നതിന്റെ നാണിക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇല്ലാത്ത അവസ്ഥ. ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിന്റെ ആണിക്കല്ല്, നട്ടല് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ജപമാല അർപ്പണമാണ്. അതുകൊണ്ട് ആ നട്ടല് തകർന്നാൽ കുടുംബം തകരും.